ഇടുക്കി വാഗമണ്ണിൽ സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പിൽ ഒരാൾ അറസ്റ്റിൽ. വണ്ടിപ്പെരിയാർ സ്വദേശി ഫൈസലിനെയാണ് പോലീസ് പിടികൂടിയത്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നു. ആഷിഖ്, എന്താണ് ഈ കേസിനാസ്പദമായ സംഭവം? പ്രതിയെ എപ്പോഴാണ് പിടികൂടിയത്? അനീഷ, സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് നിരവധി പേരെ പറ്റിച്ച കേസിൽ നാലാം പ്രതിയായിട്ടുള്ള വണ്ടിപ്പെരിയാർ സ്വദേശി ഫൈസലിനെയാണ് നിലവിൽ വാഗമൺ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വ്യാപകമായ ഒരു തട്ടിപ്പാണ് ഹൈറേഞ്ചിൽ നടന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 5ഓളം യുവാക്കൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. PSC വഴി തൊഴിൽ വാഗ്ദാനം നൽകിക്കൊണ്ട് ലക്ഷങ്ങളോളം തുക വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളതിൽ. ഇടുക്കി ബോണാമി സ്വദേശിയായിട്ടുള്ള ഒരാളിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 17 ലക്ഷം രൂപയോളം വാങ്ങിയതിനു ശേഷം വ്യാജമായ അപ്പോയിന്റ്മെന്റ് ലെറ്റർ നൽകി ആ പ്രദേശത്ത് വിശ്വാസ്യത നേടിയെടുക്കുകയും പിന്നീട് നിരവധി ആളുകളെ ഈ തട്ടിപ്പിന്റെ ഭാഗമായി പറ്റിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഓരോ ആളുകളിൽ നിന്നും 6 ലക്ഷത്തോളം രൂപ വീതം കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ 4ാം പ്രതിയാണ് വണ്ടിപ്പെരിയാർ സ്വദേശിയായിട്ടുള്ള ഫൈസൽ. ഇയാളാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഈ കേസിലെ മറ്റു പ്രതികളിൽ പ്രധാനപ്പെട്ടവരെല്ലാവരും തന്നെ തിരുവനന്തപുരം സ്വദേശികളാണ് എന്നാണ് പോലീസ് പറയുന്നത്. അവരിലേക്കും ഈ ഘട്ടത്തിൽ അന്വേഷണം പോകുന്നുണ്ട്. ഉടനടി തന്നെ അവരെയും അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് വാഗമൺ പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. ഏതായാലും വലിയ തോതിൽ സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇടുക്കി ഹൈറേഞ്ചിൽ നടന്ന വലിയ തട്ടിപ്പിലെ പ്രധാനപ്പെട്ട ഒരാളെയാണ് ഈ ഘട്ടത്തിൽ വാഗമൺ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അനീഷ, ശരി, മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.